പ്ലേവെൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് പിങ്ക് ബാഷിന് ആവേശകരമായ തുടക്കം. NIT ഗ്രൗണ്ട് വേദിയാകുന്ന മത്സരങ്ങൾ NIT രജിസ്ട്രാർ ലഫ്റ്റനന്റ് കേണൽ K. പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 12 വരെ നീളുന്ന മത്സരത്തിൽ 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. വളർന്നുവരുന്ന കായിക താരങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ആവേശം പകർന്നാണ് പ്ലേവെൽ ട്രോഫിക്ക് വേണ്ടിയുള്ള പിങ്ക് ബാഷ് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായത്. ചാത്തമംഗലം NIT ഗ്രൗണ്ട് വേദിയാകുന്ന ടൂർണമെന്റ് ഫെബ്രുവരി 1 മുതൽ 12 വരെ നീളും. ആദ്യമായി പിങ്ക് ബോൾ ഉപയോഗിച്ച് സസെക്സ് ക്രിക്കറ്റ് അക്കാദമി ആതിഥ്യമരുളുന്ന ടൂർണമെന്റിൽ 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. പൂൾ A, പൂൾ B മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം NIT രജിസ്ട്രാർ ലഫ്റ്റനന്റ് കേണൽ K. പങ്കജാക്ഷൻ നിർവഹിച്ചു. ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ക്രിക്കറ്റിലെ ഒരു ആധിപത്യം ഇന്ത്യയിൽ കേരളത്തിന് ചെയ്യാൻ പറ്റിയത് ഈ എല്ലാ നിങ്ങളുടെ ക്ലബിനും ഞാൻ അനുമോദിക്കുന്നു. അതിൽ തന്നെ ഇപ്പം നാഷണൽ ലെവൽ നമ്മളെ കുറേ പ്ലെയേഴ്സ് ഇപ്പം ഇവിടെ എന്നോട് പറഞ്ഞ പോലെ ഇപ്പം under-19 റോഹൻ കുന്നുമ്മൽ ആൾറെഡി സെലക്ട് ആയിരിക്കുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഐ ആം ഷുവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് രോഹനും അതുപോലെ നിങ്ങളിലും പലവരും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ K. മുഹമ്മദ് നജീബ്, അസിസ്റ്റന്റ് പ്രൊഫസർ സുനിൽ, സസെക് ക്രിക്കറ്റ് അക്കാദമി വൈസ് പ്രസിഡന്റ് അജയ് അലക്സ്, KV സനിൽ ചന്ദ്രൻ, OK മനോഹരൻ, OJ കീർത്തൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ടൂർണമെന്റിന്റെ ആദ്യ ദിനത്തിൽ പൂൾ A യോഗ്യതാ മത്സരത്തിൽ ഓഫിയസ് ക്രിക്കറ്റ് ക്ലബ് കാലിക്കറ്റും ദേവഗിരി സെന്റ് ജോസഫ് കോളേജും തമ്മിൽ ഏറ്റുമുട്ടി. NITയും മലപ്പുറം ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബ്ബുമാണ് പൂൾ B മത്സരത്തിൽ മാറ്റുരച്ചത്. പുതുകായിക താരങ്ങളെ വളർത്തുന്നതിനോടൊപ്പം മികച്ച അവസരവും നൽകാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ഈ ക്ലബിൻ്റെ ഉദ്ദേശം തന്നെ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ കോഴിക്കോട് പുതിയതായിട്ട് വരുന്ന യുവതലമുറയിലെ കളിക്കാർക്ക് ഒരു അവസരം നൽകുക എന്നുള്ളതാണ്. കേരളത്തിലെ പ്രമുഖരായ ടീമുകൾ പ്രമുഖരായ കളിക്കാരുമായിട്ട് ഞങ്ങളുടെ ക്ലബിൽ വളർന്നു വരുന്ന പുതിയ താരങ്ങൾക്ക് ഒരു അവസരം ഒരുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ടൂർണമെൻറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ക്ലബിൽ നിന്നാണ് ഒരു പുതിയതായിട്ടൊരു ഇന്ത്യൻ താരം ഇന്നിവിടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള രോഹൻ S. കുന്നുമ്മൽ. അതേമാതിരിയുള്ള പുതിയ താരങ്ങളെ കണ്ടെത്താനും അവർക്ക് അവസരം ഒരുക്കുന്നതിനും വേണ്ടിയാണ് ഈ ഇത്തരം ടൂർണമെൻറ്റുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 12-ാം തീയതി നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫിയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 30,000 രൂപയും ട്രോഫിയും റണ്ണേഴ്സ് അപ്പിനും 7,500 രൂപ ക്യാഷ് അവാർഡ് സെമി ഫൈനലിസ്റ്റിനും സമ്മാനിക്കും. മാൻ ഓഫ് ദ സീരീസ്, ബെസ്റ്റ് ബാറ്റ്സ്മാൻ, ബെസ്റ്റ് ബൗളർ, മോസ്റ്റ് പ്രോമിസിംഗ് യങ്സ്റ്റർ, മാൻ ഓഫ് ഫൈനൽ തുടങ്ങിയ വിഭാഗങ്ങളിലെ വ്യക്തിഗത താരങ്ങൾക്കും ചടങ്ങിൽ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകുന്നുണ്ട്. പ്രമുഖ താരങ്ങളായ സഞ്ജു സാംസൺ, സച്ചിൻ വേദി, റൈസി വിൽസൺ ഗോമസ്, ജഗദീഷ്, പ്രശാന്ത്, രോഹൻ, KK ജിയാസ് തുടങ്ങിയവർ പ്രമുഖ ക്ലബ്ബുകൾക്കായി മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയും ടൂർണമെന്റിനുണ്ട്.